ഡോക്ടർ നവ്യയോടൊരു ചോദ്യം. ഇതൊരു നീണ്ട ചോദ്യമാണ്. എൻ്റെ സമ്മറി. ഈ ടെറ്റനസ് ടോക്സോയിഡ് ഇഞ്ചക്ഷൻ, TT ഇഞ്ചക്ഷൻ എല്ലാ മുറിവുകളും വന്നതിന് ശേഷം എടുക്കേണ്ടതുണ്ടോ? അതാണൊരു ചോദ്യം. ടെറ്റനസ് ഇഞ്ചക്ഷൻ ആദ്യത്തെ പ്രൈമറി സീരീസ്, അതായത് 5 ഡോസാണ്. നമ്മൾ കുട്ടികളിൽ നമ്മൾ 1.5 മാസം, 2.5 മാസം, 3.5 മാസത്തിലും പിന്നെ 1.5 വയസ്സിലും 4.5 വയസ്സിലും അങ്ങനെ കൊടുത്ത പ്രൈമറി സീരീസ് അതാണ് 5 ഡോസ് അടങ്ങുന്നത്. അത് കൊടുത്ത ആളുകൾക്ക് പിന്നെ 5 വർഷം കൂടുമ്പോൾ മാത്രമേ ബൂസ്റ്ററിൻ്റെ ആവശ്യമുള്ളൂ. 5 വർഷം കൂടുമ്പോൾ എടുക്കുന്ന ആളുകൾ ഇടയിലൊരു മുറിവ് വരുമ്പോൾ, ഓരോ മുറിവ് വരുമ്പോഴും പോയി ടെറ്റനസിൻ്റെ വാക്സിൻ എടുക്കേണ്ടതില്ല. അത് ആവശ്യവുമില്ല, അത് നല്ലതല്ല എന്നുകൂടിയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പൊതുവിൽ നമ്മൾ കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ഡ്യൂട്ടിയിലൊക്കെ ഉള്ളപ്പോൾ പൊതുവെ ഒരാഴ്ച മുന്നേ ഒരു ആണി തട്ടി ഇഞ്ചക്ഷൻ എടുത്ത ആളും അടുത്ത ആഴ്ച വീണ്ടും വന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്ന കാണാം. പക്ഷേ പ്രൈമറി സീരീസ് കംപ്ലീറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഒരു ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ടും കാര്യമായ ഗുണമില്ല. ഒറ്റ ഇഞ്ചക്ഷൻ കൊണ്ട് ഈ ചെറുപ്പം മുതലേയുള്ള ഈ 5 സീരീസ്, ഇനി അത് എടുത്തിട്ടില്ലെങ്കിൽ ഒരു മുതിർന്ന ആൾക്കും ഈ സീരീസ് നിശ്ചിത ഇടവേളയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് 5 വർഷം കൂടുമ്പോൾ മാത്രമേ ആവശ്യമുള്ളൂ. വാക്സിൻ എടുക്കാത്ത ആളുകൾക്ക് ഒരു വാക്സിനും TT എടുക്കാത്ത ആളുകളെ സംബന്ധിച്ച് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയോ ഡീപ്പ് വൂണ്ട് ഉണ്ടായി ടെറ്റനസ് ഉണ്ടാവേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ വാക്സിൻ മാത്രമല്ല ഇമ്മ്യൂണോഗ്ലോബുലിൻ, കാരണം അവർക്ക് മുന്നുള്ള പ്രതിരോധം ഇല്ലാത്തത് കൊണ്ട് ഉടനെ പ്രതിരോധം കിട്ടാനായി ഇമ്മ്യൂണോഗ്ലോബുലിൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. TT ഇഞ്ചക്ഷൻ ശരിക്കും എന്തിനാണ് എടുക്കുന്നത്? മുറിവ് പഴുക്കാതിരിക്കാൻ വേണ്ടിയാണോ എടുക്കുന്നത്? ഈ ചോദ്യത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ മുറിവ് പഴുക്കാൻ ടെറ്റനസ് എന്ന രോഗം പ്രതിരോധിക്കാനായിട്ടാണ്. അപ്പോൾ അത് സ്പോറായിട്ട്, ബാക്ടീരിയൽ ഒരു സ്പോറാണ് ടെറ്റനസ്. അത് വളരെ ആഴമുള്ള ഓക്സിജൻ കണ്ടൻറ്റ് കുറവുള്ള സ്ഥലങ്ങളിൽ മണ്ണിലുണ്ടാകുന്ന എൻവയൺമെൻറ്റിൽ ഉണ്ടാകുന്ന രോഗാണുവാണ്. അപ്പോൾ ആഴമേറിയതും അല്ലെങ്കിൽ ഓക്സിജൻ കണ്ടൻറ്റ് കുറവുള്ള സ്ഥലങ്ങളിൽ പെരുകുന്നതും അതിനുണ്ടാക്കുന്ന ടോക്സിൻ ശരീരത്തെ ബാധിക്കുകയും മസിൽസിനെ ബാധിക്കുകയും സ്പാസം പോലെ ഉണ്ടാവുകയും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാകും വില്ല് പോലെ വളയുന്നൊരു അവസ്ഥ. ഫോട്ടോ ഒക്കെ ചിലപ്പോൾ കണ്ടു കാണും. നവജാത ശിശുക്കളിലൊക്കെ ടെറ്റനസ് ഉണ്ടാവാം. പ്രസവം അൺഹൈജീനിക്കായ കണ്ടീഷനിൽ ഉണ്ടാകുമ്പം ഈ ടെറ്റനസിൻ്റെ രോഗാണു ഉണ്ടാവുകയും കുട്ടികൾക്കുണ്ടാവാം, മുതിർന്ന ആളുകളിലുണ്ട്. അതുകൊണ്ടാണ് ഗർഭിണികൾക്ക് ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ടെറ്റനസ് എന്ന രോഗം പ്രതിരോധിക്കാനാണ്, മറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനല്ല നമ്മൾ ടെറ്റനസ് വാക്സിൻ എടുക്കുന്നത്. മുറിവ് പഴുക്കുക എന്ന പൊതുവിലുള്ള ഉദ്ദേശത്തിലല്ല, പൊതുവിലുള്ള ഒരു പ്രത്യേക ബാക്ടീരിയയെ അത് മരണം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് അതിനെ പ്രതിരോധിക്കാനായിട്ടാണ് വാക്സിൻ കൊടുക്കുന്നത്. മറ്റൊരു ചോദ്യം, 2 ആശുപത്രികളിൽ ഒരേ ഇപ്പം മോഡേൺ മെഡിസിൻ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന 2 ആശുപത്രികളിൽ 2 തരത്തിലുള്ള ചികിത്സ വരുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു അനുബന്ധ ചോദ്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ അസുഖത്തിന് 2 തരത്തിലുള്ള ചികിത്സ ഒരേ മോഡേൺ മെഡിസിൻ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന 2 ഇടത്ത് നമുക്ക് പല ചോയ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിൽ അതിൽ തന്നെ ഒരേ അസുഖത്തിന് തന്നെ ഒരേ മൈക്രോബിന് തന്നെ ഒരേ ക്ലാസ്സിൽ തന്നെ ഒന്നിലധികം ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാവാം സെൻസിറ്റീവായിട്ടുള്ള. അപ്പം അത് ചോയ്സ് തീർച്ചയായും ഡോക്ടർക്ക് കൊടുക്കാം. എങ്കിലും ശാസ്ത്രീയമായിട്ട് ഏകീകൃതമായ പ്രോട്ടോക്കോളുകൾ ചികിത്സയ്ക്ക് ഉണ്ടായിരിക്കും. അതിൽ ചോയ്സ് ഡ്രഗ്സിൻ്റെ ചോയ്സിൽ മാറ്റങ്ങൾ വരാൻ കൂടുതൽ എനിക്കൊന്ന് സാർ അതിൽ ആഡ് ചെയ്യാനുണ്ടാവും. അതെ, ഇപ്പോൾ നമുക്ക് TB ആണെന്ന് വിചാരിക്കും. TB എന്ന് ഡയഗ്നോസ് വന്നു കഴിഞ്ഞാൽ ചികിത്സ ഒന്ന് തന്നെ ഉണ്ടാവുള്ളൂ, സെയിം ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ അത് TB മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ അതിൻ്റെ ഒരു ചികിത്സയും ഒന്ന് തന്നെ ആയിരിക്കും. ഈ TB അല്ലാതെ മെനിഞ്ചോകൊക്കൽ മെനിഞ്ചൈറ്റിസ് ഒരു സെയിം ട്രീറ്റ്മെൻറ്റ് ആകാൻ സാധ്യതയുള്ളൂ. ടൈഫോയിഡ് 2-3 തരം മരുന്നുകൾ കൊടുക്കാം. ഔട്ട് പേഷ്യൻ്റ് ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ സാധാരണ അതിൽ ഏതോ 1-2 കൊടുക്കാം, വേറെ ഒന്ന് കൊടുക്കാം. പിന്നെ ഇതിലൊക്കെ തന്നെ കൾച്ചർ ചെയ്തിട്ട്, അതായത് നമ്മുടെ സ്രവം പരിശോധിച്ചപ്പോൾ CSF ആണെങ്കിലും അല്ലെങ്കിൽ ടൈഫോയിഡ് ആണെങ്കിൽ ബ്ലഡ് കൾച്ചറോ അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ കൾച്ചർ പരിശോധിച്ചിട്ട് നിങ്ങളതിൽ കാണും ഒരു 8-10 ആൻറ്റിബയോട്ടിക്സ് ഗുണമുണ്ട് എന്ന് കാണും. അപ്പോൾ അത് ഏത് സെലക്ട് ചെയ്യണമെന്നുള്ള ചിലപ്പോൾ ഡോക്ടർമാർ തമ്മിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ചിലർ ഇപ്പോൾ ഞാൻ ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഒരു പേഷ്യൻ്റ് വരുന്നു, ആൾ ഹെൽത്തിയാണ്, ഒരു 25 വയസ്സുള്ളൊരു സ്ത്രീ, ഡയബറ്റീസ് ഇല്ല, വേറെ ഒന്നുമില്ല. നമ്മൾ അതിൽ ഏറ്റവും ലോവസ്റ്റ് ശക്തിയുള്ള എന്ന് വേണമെങ്കിൽ പറയാവുന്ന നൈട്രോഫുറൻഡോയിൻ ആയിരിക്കും യൂറിനറി ഇൻഫെക്ഷൻ തിരഞ്ഞെടുക്കുക. എന്നാൽ ഹൈലി ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണ്, 50-60 വയസ്സുള്ള ആളാണ്, സ്റ്റോൺ ഉള്ള ആളാണ്, അങ്ങനെ കുറച്ചുകൂടി ഹയർ സ്ട്രെങ്ത് ആൻറ്റിബയോട്ടിക് ആയിരിക്കും കൊടുക്കുക. അപ്പം അങ്ങനെയുള്ള ചെറിയ വേരിയേഷൻസ് വരും. പലപ്പോഴും വലിയ മാറ്റം വരുന്നത് ഇപ്പോൾ ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ബോർഡർ ലൈൻ ഡയബറ്റീസ് ആണ്. ബോർഡർ ലൈൻ ഉണ്ടോ ഇല്ലേ കൺഫ്യൂഷനാണ്. ചിലർ നേരത്തെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ചിലരിൽ 3 മാസം ലൈഫ് സ്റ്റൈൽ ചേഞ്ചിന് സമയം കൊടുക്കും, ആ ഒരു ചേഞ്ച് വരാം. അതുപോലെ തന്നെ ഇപ്പോൾ ഡയബറ്റീസ് നല്ല കൺട്രോളിലല്ല, 2 മരുന്നോ അല്ലെങ്കിൽ 3 മരുന്ന് കഴിക്കുന്ന കൺട്രോളിലല്ല. ഒരു ഡോക്ടർ പറയുന്നു നിർബന്ധമായിട്ട് ഇൻസുലിൻ കൊടുക്കണം, മറ്റേ ഡോക്ടർ പറയുന്നു നോക്കാം, നിങ്ങൾ ഓവർ വെയിറ്റ് ആണ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വളരെ മോശമാണ്, നിങ്ങൾ ഒരുപാട് മധുരം കഴിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കഴിഞ്ഞ 2-3 മാസം കൃത്യമായി മരുന്നും കഴിച്ചിട്ടില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മരുന്നുകൾ വെച്ച് തന്നെ ഒന്നുകൂടി പരീക്ഷിക്കാമെന്ന് പറയും.
അപ്പം അങ്ങനെയുള്ള അതെല്ലാം റാഷണൽ തന്നെയാണ്. അതിൽ ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് രണ്ട് രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് അത് ഭയങ്കരമായൊരു വേരിയേഷൻ മോഡേൺ മെഡിസിനിൽ ഒരിക്കലും കാണാൻ സാധ്യതയില്ല. ഒരു ചോദ്യം, അസിഡിറ്റി എന്ന് പറയുന്ന രോഗം സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ടതാണോ? ടി വിയിൽ കാണുന്ന ഗാവിസ്കോൺ കഴിക്കേണ്ടത് ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ പിന്നെ ഓവർ ദ കൗണ്ടർ മെഡിസിൻസിനെ കുറിച്ച് ഒരു ജനറലായ ഒരു ഉത്തരം പറഞ്ഞാൽ നല്ലതായിരിക്കും. ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് എന്ന് വെച്ചാൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഫാർമസിയിൽ നിന്ന് കിട്ടാവുന്ന മരുന്നുകൾ. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഫാർമസിയിൽ നിന്ന് എന്തും കിട്ടും, പക്ഷേ നിയമപരമായി കിട്ടാൻ പറ്റുന്നവയാണ് നമ്മൾ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് എന്ന് പറയുന്നത്. ആ മരുന്നുകൾ ഇങ്ങനെ വാങ്ങി കഴിക്കാവുന്നതാണോ? അസിഡിറ്റിയെ കുറിച്ച് പറയാം. അസിഡിറ്റി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു എന്താ പറയുക, നമ്മൾ അസിഡിറ്റി ആണെന്നങ്ങ് വിചാരിക്കുകയാണ്. പലപ്പോഴും അതിൻ്റെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ഉണ്ടായിട്ടുണ്ടാവില്ല പലപ്പോഴും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ ആൻറ്റാസിഡോ അതായത് കുപ്പിയിൽ കിട്ടുന്ന ജലൂസിലും അതിലെ മരുന്നുകൾ, അല്ലെങ്കിൽ റാനിറ്റിൻ, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ഒമിപ്രസോള ഗ്രൂപ്പ് സാധനങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറവ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ അസിഡിറ്റി ആണെന്ന് അസ്യൂം ചെയ്യുന്നതാണ്. അസിഡിറ്റി ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ഈ മരുന്നുകൾക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിനൊക്കെ ഒരു ചെറിയൊരു അഡിക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു റാനിറ്റിനോ അല്ലെങ്കിൽ ഒമിപ്രസോളോ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, ഒരു മാസം അടുപ്പിച്ച് കഴിച്ചാൽ ഒരു ദിവസം നമ്മൾ നിർത്തിയാൽ പിറ്റേ ദിവസം നമുക്കൊരു നെഞ്ച് കാളലും നെഞ്ചരിച്ചിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് കണ്ടിന്യൂ കഴിക്കാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവും, പലപ്പോഴും വലിയ ആവശ്യമൊന്നുമില്ലാതെ. എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് നമ്മൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്യുക. നിങ്ങൾ കുറേ കാലമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഒരു എൻഡോസ്കോപ്പി ചെയ്യുക. എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ആയിരിക്കും ആമാശയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ. അപ്പോൾ അതിനൊരു കോഴ്സ് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരും. ആ ആൻറ്റിബയോട്ടിക്സിൻ്റെ കൂടെ ആൻറ്റി അസിഡിറ്റി മരുന്നുകളും കൂടി കൊടുത്തിട്ട് ഒരു 3 to 6 months ട്രീറ്റ്മെൻറ്റിൽ കംപ്ലീറ്റ് ക്യൂർ ആവുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ അതായിരിക്കാം നിങ്ങൾക്കുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരണോ വേണ്ടേ എന്നുള്ളത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ പല ഈ മരുന്നുകളും കഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നിർത്തിയാൽ 2-3 ദിവസത്തിന് പ്രശ്നങ്ങൾ തോന്നാറുണ്ട്. എങ്കിലും നിങ്ങളെല്ലാ ടെസ്റ്റൊക്കെ ചെയ്തു, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് കഴിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് നിർത്താൻ ശ്രമിക്കാമെന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. വളരെ അപകടമുള്ള മരുന്നുകളൊന്നുമല്ല, പക്ഷേ ഏത് മരുന്ന് നമ്മൾ ആവശ്യമില്ലാതെ കണ്ടിന്യൂ കഴിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഡോസ് കുറച്ചിട്ടും അല്ലെങ്കിൽ ഒന്നരാടനാക്കിയിട്ടും മെല്ലെ മെല്ലെ നിർത്തുകയായിരിക്കും നല്ലത്. നിങ്ങൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടുപിടിച്ച ആളാണെങ്കിൽ. ഒരു ചോദ്യം, കോഴിമുട്ടയുടെ വെള്ള നല്ലതും ഉണ്ണി കൊളസ്ട്രോൾ കൂടുതലാണ് എന്നും മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? പറഞ്ഞ ഡോക്ടറെ മാറ്റി മറ്റു ഡോക്ടർക്ക് ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള ഉത്തരം. അതാണ് ശരി. കാര്യം കോഴിമുട്ടയിൽ കഴിക്കാൻ പാടില്ലാത്ത ഒരൊറ്റ സാധനമുള്ള തോടാണ്. അത് സേഫാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതേസമയം ബാക്കിയെല്ലാം കഴിക്കാം. ബാക്കി കോഴിമുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് മുഴുവൻ പ്രോട്ടീനാണ്, ഫസ്റ്റ് ക്ലാസ് 1ാം തരം പ്രോട്ടീനാണ്. ആ മഞ്ഞയ്ക്കകത്ത് കേരളത്തിലെ ഒരു ശരാശരി മുട്ട സൈസ്, യൂറോപ്യൻ മുട്ടയേക്കാളും കേരളത്തിലെ ചെറുതാണ്. ഒരു 5-5.5 ഗ്രാം പ്രോട്ടീനുണ്ട് മൊത്തത്തിൽ. അതിൽ പകുതി വെള്ളയിലും പകുതി മഞ്ഞയിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്തരം പ്രോട്ടീൻ നഷ്ടപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അത് കഴിക്കാം. പിന്നെ അതിൽ കുറച്ച് കൊളസ്ട്രോളുണ്ട്. പക്ഷേ അത് നമ്മൾ ബ്ലഡിൽ കയറുന്ന കൊളസ്ട്രോൾ ഈ മുട്ടയിൽ നിന്നോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ ഒന്നും വരുന്നതല്ല. ഒരു 200-300 മില്ലിഗ്രാം കൊളസ്ട്രോൾ ഒരാളുടെ 5 മില്ലിഗ്രാം ആയിരിക്കും ഭക്ഷണത്തിൽ നിന്ന് വരുന്നത്. ബാക്കി മുഴുവനും നമ്മുടെ ലിവർ കൊളസ്ട്രോളിൻ്റെ ഒരു ഫാക്ടറിയാണ്, ലിവർ ഉണ്ടാക്കുന്നതാണ്. അത് പല ജനിതകമായിട്ടുള്ള ഫാമിലിയിലായിട്ടുള്ള കാരണങ്ങളാൽ ചില ആൾക്കാർ ഉയർന്നിരിക്കും. അവർ വളരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ ഒരു മരുന്ന് കഴിക്കണം. ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണ്ട പരിശോധനകളൊക്കെ ചെയ്തിട്ട് അതിനാവശ്യമുള്ള മരുന്ന് കഴിക്കുക. അതിന് മുട്ടയെ കുറ്റം പറയണ്ട. മുട്ട നല്ലൊരു ആഹാരമാണ്. മുട്ടയ്ക്ക് നമുക്ക് കിട്ടാവുന്ന ഒരു വില കുറഞ്ഞ് കിട്ടാവുന്ന 1ാം തരം ഒരു പ്രോട്ടീൻ സോഴ്സാണ്. അത് നഷ്ടപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. മുട്ടയുടെ ഒരു പ്രശ്നം ഇതൊന്നുമല്ല. മുട്ടയ്ക്കകത്തുള്ള മഞ്ഞയ്ക്കകത്ത് ശകലം ഫാറ്റ് ഉണ്ട്. 2 ഗ്രാമോളം 1.5 മുതൽ 2 ഗ്രാം വരെ ഫാറ്റുണ്ട്. അപ്പം ഒരുപാട് മുട്ട കഴിക്കുന്നവർക്കൊക്കെ 6 മുട്ട ദിവസം കഴിക്കാമെന്ന് വെച്ചാൽ കഴിക്കാം. പക്ഷേ അതിനകത്ത് ഇത്രയും ഫാറ്റ് വരും. നമ്മൾ മറ്റ് കൊഴുപ്പുകൾ കഴിക്കുന്നതിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം കേരളത്തിലിപ്പോൾ ഒരുപാട് പേര് ആവശ്യത്തിൽ കൂടുതൽ കൊഴുപ്പ് കഴിക്കുന്നവരാണ്. എണ്ണയൊക്കെ ഒരുപാട് കഴിക്കും. നമ്മളിപ്പോൾ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എണ്ണ ആവശ്യമില്ല ശരിക്കും കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അമിതമായിട്ട് നമ്മുടെ എണ്ണ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അകത്തേക്ക് കയറി വരും. അത് കുറയ്ക്കാൻ തയ്യാറുള്ളവർക്ക് മുട്ട കഴിക്കുന്നൊരു തെറ്റുമില്ല. മുട്ട ഒരു 1ാം തരം ഫുഡാണ്. ഞാനൊക്കെ കഴിക്കും.